ഈ വർഷാവസാനം ഒരു കാർ എടുക്കാൻ പറ്റിയ സമയമാണ്. കാരണം എല്ലാ കമ്പനികളും വലിയ ഡിസ്കൗണ്ടുകൾ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2025 ഡിസംബറിൽ വിവിധ കമ്പനികൾ അവരുടെ വിവിധ മോഡലുകൾക്ക് നൽകുന്ന ഡിസ്കൗണ്ടുകൾ നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ടുകൾ തരുന്ന കുറച്ച് വാഹനങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിൽ 11 സ്ഥാനങ്ങളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. 11ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം സ്കോഡ കൈലാക് ആണ്. സ്കോഡ കൈലാക്കിന് അവർ നൽകുന്ന ഡിസ്കൗണ്ട് 75,000 രൂപയാണ്. ഈ വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 7.55 lakh to 12.8 lakh ആണ്. അടുത്തതായി 75,000 രൂപ തന്നെ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് 11ാം സ്ഥാനത്ത് ഒരു വാഹനം കൂടെ ഉണ്ട്. അത് ടാറ്റ ഹാരിയർ ആണ്. ടാറ്റ ഹാരിയറിന്റെ ഇലക്ട്രിക് വേരിയന്റ് അല്ല, മറ്റു വേരിയന്റുകൾക്കായിരിക്കും ഈ ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. ഇനി 10ാം സ്ഥാനത്തുള്ള വാഹനം, 10ാം സ്ഥാനത്ത് മാരുതി സുസുക്കി ഫ്രോങ്സ് ആണ്. ഫ്രോങ്സ് നൽകുന്ന ഡിസ്കൗണ്ട് 78,000 രൂപയാണ്. ഈ 78,000 രൂപ ഡിസ്കൗണ്ട് നൽകുന്ന മാരുതി ഫ്രോങ്സിന്റെ വില, അതായത് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 6.8 lakh to 11.9 lakh വരെയാണ് വരുന്നത്. ഇനി അടുത്തത് 9ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്ത് നിൽക്കുന്ന വണ്ടി, ഡിസ്കൗണ്ടിന്റെ കാര്യത്തിൽ 9ാം സ്ഥാനത്ത് ഹ്യുണ്ടായി എക്സ്റ്റർ ആണ്. ഹ്യുണ്ടായി എക്സ്റ്റർ നൽകുന്ന ഡിസ്കൗണ്ട് 85,000 രൂപയാണ്. ഈ 85,000 രൂപ നൽകുന്ന എക്സ്റ്ററിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 8ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം, അതായത് 8ാം സ്ഥാനത്ത് 2 വാഹനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വാഹനമാണ് MG ഹെക്ടർ. MG ഹെക്ടർ നൽകുന്നത് 90,000 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് ആണ്. MG ഹെക്ടറിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 14 lakh to 20 lakh ആണ്. ഇനി 90,000 ഡിസ്കൗണ്ട് നൽകുന്ന മറ്റൊരു വാഹനം കൂടെ ഉണ്ട്. അത് കിയ സിറോസ് ആണ്. കിയ സിറോസിന്റെ ഡിസ്കൗണ്ട് 90,000 റുപ്പീസ് ആണ്. അതിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 8.69 lakh to 15.94 lakh ആണ്. അടുത്തത് 6ാം സ്ഥാനത്തുള്ള വാഹനം നോക്കാം. 6ാം സ്ഥാനത്ത് ഡിസ്കൗണ്ടുമായി എത്തിയിട്ടുള്ളത് മാരുതി സുസുക്കി ജിംനി ആണ്. ജിംനി നൽകുന്ന ഡിസ്കൗണ്ട് 1 lakh റുപ്പീസ് വരെ ഉണ്ട്. 1 ലക്ഷം രൂപ വരെ മാരുതി സുസുക്കി ജിംനി ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. ഈ ഡിസ്കൗണ്ട് നൽകുന്ന ജിംനിയുടെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 12.3 lakh to 14.5 lakh വരെയാണ്. അടുത്തത് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം നിസാൻ മാഗ്നൈറ്റ് ആണ്. നിസാൻ മാഗ്നൈറ്റ് അവരുടെ മോഡലുകൾക്ക് നൽകുന്ന ഡിസ്കൗണ്ട് 1.36 lakh വരെ ഉണ്ട്. 1.36 lakh നൽകുന്ന നിസാൻ മാഗ്നറ്റിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 5.6 lakh to 10.8 lakh വരെയാണ്. ഇനി 4th പ്ലേസ്, 4ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം, അത് ഹോണ്ട എലിവേറ്റ് ആണ്. ഹോണ്ട എലിവേറ്റ് നൽകുന്ന ഡിസ്കൗണ്ട് 1.76 lakh ആണ്. ഏകദേശം 1.25 ലക്ഷം രൂപയുടെ അടുത്ത് അവർ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. ഈ ഹോണ്ട എലിവേറ്റിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 11 to 16.5 lakh ആണ്. ഇനി 3ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഫോക്സ് വാഗന്റെ ടൈഗൂൺ ആണ്. ഫോക്സ് വാഗൺ ടൈഗൂൺ 2 ലക്ഷമാണ് ഡിസ്കൗണ്ട് നൽകുന്നത്. അവരുടെ വാഹനത്തിന് നൽകുന്ന ഡിസ്കൗണ്ട് 2 lakh വരെയാണ്. ഈ വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 11.4 to 19.5 lakh വരെ വരുന്നുണ്ട്. ഇനി 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം ഏതാണെന്ന് നോക്കാം. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം 2.55 ലക്ഷം ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് ജീപ്പ് കോമ്പസ് ആണ്. ജീപ്പ് കോമ്പസ് നൽകുന്ന ഡിസ്കൗണ്ട് 2.55 lakh ആണ്. ജീപ്പ് കോമ്പസിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 17.8 to 26.5 lakh വരെയാണ്. ഇനി ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനമാണ് സ്കോഡ കുഷാക്ക്. സ്കോഡ കുഷാക്ക് നൽകുന്ന ഡിസ്കൗണ്ട് 3.25 lakh ആണ്. 3.25 ലക്ഷം രൂപ വരെ അവർ സ്കോഡ കുഷാക്കിന് നൽകുന്നുണ്ട്. അതിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 10.6 lakh to 18 lakh വരെയാണ്. ഈ പറഞ്ഞ വാഹനത്തിൽ സ്കോഡ കുഷാക്ക് മിക്കവാറും ജനുവരിയിൽ അതിന്റെ ഫേസ് ലിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫോക്സ് വാഗന്റെ ടൈഗൂണും ഫേസ് ലിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹ്യുണ്ടായുടെ എക്സ്റ്ററിനും ഫേസ് ലിഫ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്ത് ചിലപ്പം ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടായിരിക്കാം വാഹനം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസംബർ സമയത്ത് വാഹനങ്ങൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റിൽ വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്ന വാഹനത്തിൽ വലിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണോ വരുന്നത് നോക്കുക. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് ഡിസ്കൗണ്ടോട് കൂടി വാഹനം എടുക്കുക. നമ്മളത് അംഗീകരിക്കുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് വർഷാവസാനം ഈ ഒരു ഡിസ്കൗണ്ടോട് കൂടി വാഹനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വാഹനം എടുത്ത് തൊട്ടടുത്ത വർഷം തന്നെ വിൽക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഡിപ്രീസിയേഷൻ അവിടെ സംഭവിക്കും. 26-ൽ നിങ്ങൾ ചിലപ്പോൾ ഈ 25-ന് വാങ്ങിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ 26-ലൊക്കെ ആവും നടക്കുക.
പക്ഷേ വണ്ടിയുടെ മോഡൽ എന്ത് തന്നെയായിരിക്കും 25 തന്നെയായിരിക്കും. ഇങ്ങനെ കുറേ നെഗറ്റീവ്സും ഉണ്ട് നമ്മൾ ഡിസംബറിൽ വാഹനം എടുക്കുന്ന സമയത്ത്. പക്ഷേ വലിയൊരു ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കും. നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാനുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം തന്നെ എടുക്കാം. അതിൻ്റെ പുറമെ നിങ്ങൾ ഈ ഷോറൂമിൽ എക്സിക്യൂട്ടീവുമായിട്ടൊക്കെ ഒന്നും കൂടെ വില പേശി കഴിഞ്ഞാൽ വീണ്ടും പല ഡിസ്കൗണ്ടുകളും പല ഓഫറുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ഡിസ്കൗണ്ടുകളൊക്കെ അവർ മാക്സിമം കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. അത് പലതരത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും അവർ നൽകുന്നത്. ഏതായാലും വാഹനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് ഈ ഡിസ്കൗണ്ടിനെ കുറിച്ചിട്ട് ഏത് തരത്തിലാണ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ കൂടുതൽ അന്വേഷിച്ചറിയുക. അതിനുശേഷം നിങ്ങൾ വാഹനം എടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.